Today we are going to discuss about how to buy crypto, how to buy new crypto project, how to hold crypto safely. There are three ways to buy and hold cryptocurrency. യൂസിങ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നമുക്ക് എന്താക്കാം ക്രിപ്റ്റോ ബൈ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും പറ്റും. യൂസിങ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നമുക്ക് ക്രിപ്റ്റോ ബൈ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും പറ്റും. അതേപോലെ കോൾഡ് വാലറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ബൈ ചെയ്ത ക്രിപ്റ്റോ നമുക്ക് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, പല ആളുകൾക്കുള്ള ഡൗട്ടാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് സേഫ് ആണോ, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമുക്ക് ലോങ് ടേം ഹോൾഡിങ്സ് വെക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഒരിക്കലും സേഫ് ഇല്ല. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. 2025 വരുവാണെങ്കിൽ അത്രത്തോളം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്തായിട്ടുണ്ട്, കൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്ചേഞ്ച് കൂട്ടിപ്പോവുകയാണെങ്കിൽ നമ്മളെ ക്യാപിറ്റൽ അവിടെ ലോസ് വരാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പം മാക്സിമം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഷോർട്ട് ടേം ട്രേഡിനെ മാത്രം യൂസ് ചെയ്യുക. ലോങ് ടേം ട്രേഡിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് യൂസ് ചെയ്തിട്ട് ബിറ്റ് കോയിനോ അല്ലെങ്കിൽ അതർ ആൾട്ട് കോയിനോ പർച്ചേസ് ചെയ്തതിന് ശേഷം കോൾഡ് വാലറ്റ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ ലോങ് ടേം ഹോൾഡിങ്സ് മാറ്റി വെക്കുക. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഷോർട്ട് ടേം ട്രേഡിന് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്നാൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് 5 സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, ഏറ്റവും കൂടുതൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ബൈനാൻസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചാണ്. അപ്പം മാക്സിമം ബൈനാൻസ് പോലത്തെ ടോപ്പ് എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ അണ്ടറിൽ ഡെവലപ്പ് ചെയ്ത ഒരു എക്സ്ചേഞ്ചാണ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ അതോറിറ്റി അവിടെ അതിനെ കൺട്രോൾ ചെയ്യാനില്ല. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിൽ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് അതാത് ബ്ലോക്ക് ചെയിൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ബൈനാൻസ് പോലത്തെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലുള്ള ഏതൊരു ക്രിപ്റ്റോ കറൻസി നമുക്ക് വാങ്ങാം. അവിടെ നമുക്ക് ബ്ലോക്ക് ചെയിൻ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ബ്ലോക്ക് ചെയിനുള്ള കോയിൻസ് ആയാലും ബൈനാൻസിലൂടെ വാങ്ങാം. പക്ഷെ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് BNB ബ്ലോക്ക് ചെയിനുള്ള ഒരു വാലറ്റാണ്. അവിടെ നമുക്ക് BNB ബ്ലോക്ക് ചെയിനുള്ള കോയിൻസേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, അവിടെ വാങ്ങാൻ പറ്റുള്ളൂ. മെറ്റാമാസ്ക് എന്ന് പറയുന്നത് എത്തീരിയം ബ്ലോക്ക് ചെയിനിലുള്ളൊരു വാലറ്റാണ്. അപ്പം നമുക്കവിടെ എത്തീരിയം ബ്ലോക്ക് ചെയിനിൽ വരുന്ന കോയിൻസ് കാര്യങ്ങളെ നമുക്കവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫാൻഡം വാലറ്റ് സൊളാനോ ബ്ലോക്ക് ചെയിനിൽ വരുന്നൊരു എക്സ്ചേഞ്ചാണ്. അപ്പോൾ സൊളാനോ ബ്ലോക്ക് ചെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോയിൻസേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഫാൻഡം വാലറ്റിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു മെറിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ബൈനാൻസ് പോലത്തെ എക്സ്ചേഞ്ചിൽ ഒരു കോയിന് വളർന്നതിന് ശേഷമേ വലിയ വലിയ എക്സ്ചേഞ്ച് എന്താക്കുള്ളൂ, അതിനെ ലിസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു കോയിന് ഡെവലപ്പായി അത് പലതരം എക്സ്ചേഞ്ചിൽ എത്തിയതിന് ശേഷം എന്താവുള്ളൂ, വേൾഡിലത്തെ ടോപ്പ് എക്സ്ചേഞ്ചുകളിലേക്ക് എത്തുള്ളൂ. അപ്പോഴേക്ക് തന്നെ കോയിൻ്റെ പ്രൈസ് ഒരു 100x 10x എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ കോയിൻസ് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വാങ്ങാൻ പറ്റും. ഒരു കോയിൻ ഇറങ്ങി അതിന് ഗ്രോത്ത് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇന്നൊരു കോയിന് പർച്ചേസ് ചെയ്തൊരു കോയിന് നാളെ ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലെല്ലാം ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോയിൻ ഒരു 10x 2x 3x എല്ലാം നമുക്ക് എന്താക്കാം, പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പം ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏർലി സ്റ്റേജിൽ പലതരം ന്യൂ കോയിൻസ് നമുക്ക് എന്താക്കാൻ പറ്റും, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ അതിൻ്റെ അത് ലോഗിൻ ചെയ്യാനും നമ്മളൊരു 12 ഫേസ് വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ എൻ്റെ മെറ്റാമാസ്ക് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് അതുപോലെ ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എൻ്റെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ആയി പോവുകയാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് 12 കീവേഡ്സ് ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അഥവാ എൻ്റെ കയ്യിൽ നിന്ന് 12 കീവേഡ്സ് മിസ്സാവുകയാണെങ്കിൽ എനിക്ക് തിരിച്ചൊരിക്കലും എൻ്റെ വാലറ്റ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതിനകത്ത് എത്ര ഫണ്ട് ഉണ്ടോ അതെനിക്ക് ലോസായി മാറും. അതേപോലെ എൻ്റെ ഈ 12 വേർഡ്സ് നിങ്ങൾക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് എൻ്റെ ഫണ്ട് എടുത്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 12 കീവേഡ്സ് നമ്മൾ ഓഫ്ലൈനായിട്ട് അത്രയും സേഫായിട്ട് നമ്മൾ എന്താക്കണം, സ്റ്റോർ ചെയ്യണം. അതൊരാൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. കോൾഡ് വാലറ്റ്, സ്റ്റോറിങ് ക്രിപ്റ്റോ കറൻസീസ് ഓഫ്ലൈൻ ടു പ്രിവെൻറ്റ് ഹാക്കിംഗ്, അതാണ് കോൾഡ് വാലറ്റിൻ്റെ മെയിൻ കോൺസെപ്റ്റ്. നമ്മൾ നേരത്തെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിനെ പറ്റി ഡിസ്കസ് ചെയ്ത്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അത്രയും സേഫാണ്.
എന്നാൽ പോലും നമ്മളത് ഫോണിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റുമായിട്ട് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിന് ഒരു കണക്ഷൻ വരുന്നുണ്ട്. കോൾഡ് വാലറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. നമ്മളിപ്പം കോൾഡ് വാലറ്റ് എന്ന് പറയുന്നത് പലതരം രൂപത്തിൽ പലതരം ഷേപ്പിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു പെൻ ഡ്രൈവ് രൂപത്തിലുള്ള കോൾഡ് വാലറ്റ് പോലും ഉണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് ഉള്ള കോൾഡ് വാലറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വയർ കണക്ഷനുള്ള കോൾഡ് വാലറ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് കോൾഡ് വാലറ്റ് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിനോ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലോ നമ്മുടെ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ ഏത് കോയിനാണെന്ന് വെച്ചാൽ നമ്മളത് ഈ കോൾഡ് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ കണക്ഷൻ അങ്ങ് പോകുവാണെങ്കിൽ പിന്നെ ഇൻ്റർനെറ്റുമായിട്ട് നമ്മൾ ഈ ക്രിപ്റ്റോനോ അല്ലെങ്കിൽ ബിറ്റ് കോയിനോ യാതൊരു കണക്ഷനോ കാര്യങ്ങളോ ഇല്ല. നമ്മളത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് എന്താക്കാം, അവിടെ സേഫായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം പല ആളുകൾക്കുള്ളൊരു ഡൗട്ടായി, കോൾഡ് വാലറ്റ് കാണാണ്ടായി പോയാൽ വലിയ ഇതൊരു ചെറിയ വാലറ്റ് അല്ലേ, ഇത് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായാലോ എന്ന്. കോൾഡ് വാലറ്റ് മിസ്സായാൽ പോലും നമുക്ക് എന്താക്കാം, നമ്മളെ ക്രിപ്റ്റോ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് കോൾഡ് വാലറ്റിൻ്റെ കേസിലും വരുന്നത്. കോൾഡ് വാലറ്റിനും യുണീക്കായിട്ടുള്ള ഒരു 12 വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സ് നമ്മൾ ഓഫ്ലൈനായിട്ട് നല്ല രീതിക്ക് സ്റ്റോർ ചെയ്താൽ മാത്രം മതി. ഇപ്പം നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ വാലറ്റ് മിസ്സായി പോയാലും നമുക്ക് വേറൊരു വാലറ്റ് വാങ്ങിയിട്ട് ഈ 12 വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മളെ വാലറ്റ് റിക്കവർ ചെയ്യുക, ആ വാലറ്റിലേക്ക് നമ്മളെ വാലറ്റ് റിക്കവർ ചെയ്യുക. അപ്പം കോൾഡ് വാലറ്റാണ് നമുക്ക് ലോകത്ത് ക്രിപ്റ്റോ നിലവിൽ ഏറ്റവും സേഫായിട്ട് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് വാലറ്റാണ്. ബിറ്റ്കോയിൻ 2030 35 വാങ്ങി ഹോൾഡ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് മാറ്റിയിട്ട് ഇതേപോലത്തെ ഒരു കോൾഡ് വാലറ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് മാറ്റാൻ നോക്കുക. അത്രയും വലിയ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് വെച്ചാൽ നമ്മളെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്, ഹാക്കേഴ്സിൽ നിന്നും. അതേപോലെ നമ്മളെ പോർട്ട്ഫോളിയോ ഏതൊരു വിധത്തിലും ലോസ് വരാതെ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് കാരണം നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ എന്താക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. നിലവിലെ മാർക്കറ്റിൽ പലതരം ബ്രാൻഡിൻ്റെ നല്ല നല്ല കോൾഡ് വാലറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് INR നോക്കുവാണെങ്കിൽ ഒരു 24,000 രൂപ 18,000 രൂപക്കെല്ലാം നല്ല കോൾഡ് വാലറ്റ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം മാക്സിമം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് കോൾഡ് വാലറ്റിലേക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റാൻ നോക്കുക. ഷോർട്ട് ടേം ട്രേഡേഴ്സ് മാർക്കറ്റിൽ പല ഇൻഫ്ലുവൻസേഴ്സും റഫറൽ അതേപോലെ അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ എക്സ്ചേഞ്ചസ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം അതൊന്നും യൂസ് ചെയ്യാതെ ടോപ്പ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് മാത്രം യൂസ് ചെയ്യാൻ നിൽക്കുക. മാക്സിമം പറ്റുവാണെങ്കിൽ ബൈനാൻസ് പോലത്തെ ടോപ്പായിട്ടുള്ള എക്സ്ചേഞ്ച് യൂസ് ചെയ്യാൻ നോക്കുക. മോർ ക്രിപ്റ്റോ മലയാളം അപ്ഡേഷൻ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.